നമുക്ക് ഏറ്റവും ഏറ്റവും അധികം നമ്മൾ PG കഴിഞ്ഞിട്ട് പ്രാക്ടീസിലേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ലിസണിങ്. കൗൺസിലിങ്ങിലും അതുപോലെ തന്നെ തെറാപ്പിയിലും ഒക്കെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു തെറാപ്പി റൂമിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അതിന് പുറത്തും ലിസണിങ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറയാം. ആവശ്യം പോലുള്ള അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നല്ല കമ്മ്യൂണിക്കേഷന്, നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന്, പിന്നെ എന്താ പറയുക, നമുക്കൊരാളെ മനസ്സിലാക്കി എന്നൊക്കെ അയാൾക്ക് തോന്നാനും അയാളെ മനസ്സിലാക്കാനും ഉള്ള സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് നല്ല ഒരു ലിസണർ ആയി മാറുമ്പോഴാണ്. PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാരും അറിയുന്ന ആൾക്കാരും ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നവീന്ദു എന്നാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ കമ്മ്യൂണിറ്റി സൈക്കോളജിയാണ്. കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു തെറാപ്പി റൂമിൻ്റെ ഉള്ളിൽ മാത്രമുള്ള മനുഷ്യന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ഫാമിലിയിൽ, നമ്മളുടെ മറ്റ് റിലേഷൻഷിപ്പുകളിൽ, ഇവിടെ എല്ലായിടത്തും വെച്ച് നമുക്ക് മനുഷ്യന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഈ ഒരു എൻവയോൺമെന്റ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഒരാളുടെ ഡെവലപ്മെന്റിന്. അപ്പോൾ തെറാപ്പി റൂമിൻ്റെ ഉള്ളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, നമുക്ക് റൂമിൻ്റെ പുറത്തും നടത്താം. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള തെറാപ്പിക്ക് പലപ്പോഴും ചെലവ് കൂടാറുണ്ട്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ഒക്കെ ആയിട്ടാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി ഒക്കെ വന്നേക്കുന്നത്. ഇപ്പോൾ WHO ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡൊമൈനാണ്, സൈക്കോളജിയുടെ ഒരു ഡൊമൈനാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. കമ്മ്യൂണിറ്റി മൂലം, ബന്ധങ്ങൾ മൂലം, സപ്പോർട്ടീവ് നെറ്റ്വർക്കൊക്കെ മൂലം മനുഷ്യന് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ആസ്പെക്ട് കണക്കിലെടുത്തിട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് ഇത്ര ആൾക്കാർ എന്നുള്ള നിലവിൽ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് സൈക്കോളജിസ്റ്റുകളുടെ എണ്ണം. മതിയായ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി സൈക്കോളജി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലിസണിങ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ തെറാപ്പിയിലായാലും അല്ലാതെയുള്ള നമ്മളുടെ സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ നമുക്കിത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ലിസണിങ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മളൊരാളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ അതിന് കൃത്യമായിട്ടൊരു വാക്കില്ല. രണ്ടിനും കേൾവി തന്നെയാണ് വാക്ക്. പക്ഷെ ഇംഗ്ലീഷിൽ കൃത്യമായിട്ടൊരു വ്യത്യാസമുണ്ട്, ഹിയറിങ്ങും ലിസണിങ്ങും. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ജീവിവർഗങ്ങളും ചെയ്തു തരികയാണ്. ഓഡിറ്ററി സിഗ്നല് ഒരു ജീവിയുടെ ചെവിയിൽ വന്നു വീണാൽ അത് ഹിയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ലിസണിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അവിടെ ഒരു മീനിങ് മേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. മറ്റേയാളുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുക, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, അയാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിസണിങ്ങിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ അയാൾ പറയുന്നതൊക്കെ നമ്മളുടെ ചെവിയിൽ വന്ന് വീഴുന്നു. ആ ഓഡിറ്ററി സിഗ്നൽസ് ഒക്കെ നമ്മളുടെ ഈ സെൻസ്, ചെവി എന്നുള്ളൊരു സെൻസ് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഹിയറിങ് നടത്തുന്നുണ്ടായിരിക്കാം. ആ ലിസണിങ്ങിൽ തന്നെ ഈ കൗൺസിലിങ്, ലിസണിങ്, തെറാപ്പി ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രാധാന്യത്തോടുകൂടി നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് അഡ്വൈസ് കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതായത് പറഞ്ഞ് നന്നാക്കലല്ല കൗൺസിലിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരിക്കലും ഒരു അഡ്വൈസറായി മാറരുത്, ഉപദേശം കൊടുക്കുന്ന ആൾക്കാരായി മാറരുത്, അല്ലെങ്കിൽ ഒരു നാടൻ കൗൺസിലറൊക്കെ ആയി മാറരുതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പുസ്തകങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അഡ്വൈസ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ പിന്നെ ഈ ലിസണിങ്ങിന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യം, എങ്ങനെ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അഡ്വൈസ് ആയിട്ട് മാറുന്നു, അഡ്വൈസ് എങ്ങനെ കൊടുക്കാതിരിക്കാം, അഡ്വൈസ് കൊടുക്കരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ തെറാപ്പി ക്ലാസ്സസ് ഒക്കെ കിട്ടുമ്പോഴും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും അഡ്വൈസ് കൊടുക്കരുത്. അപ്പൊ അഡ്വൈസ് എന്തുകൊണ്ട് കൊടുക്കരുതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ റീസൺ എന്ന്
ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ട്? എന്തായിരിക്കും നമ്മൾ അഡ്വൈസ് ഒരാൾക്ക് കൊടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ? ആസ് എ കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഈ കേൾക്കുന്ന ക്ലയന്റ് അല്ലെങ്കിൽ ഹെൽപ്പി എന്ന് പറയും. ഹെൽപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള സെറ്റിങ്ങിലാണ് ഹെൽപ്പി എന്ന് പറയാം. ഹെൽപ്പർ നമ്മൾ ഹെൽപ്പ് വാങ്ങുന്ന ആള് ഹെൽപ്പി അങ്ങനെ പറയും. തെറാപ്പി റൂമിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ക്ലയന്റ് തെറാപ്പിസ്റ്റ്, ക്ലയന്റ് കൗൺസിലർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിറ്റി സൈക്കോളജി ആസ്പെക്റ്റിൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാം. ഡിസോർഡറും മറ്റു കാര്യങ്ങളൊന്നും ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു എക്സ്റ്റെൻഡ് വരെ. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ലിസണിങ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാടുള്ളത്. ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വീണ്ടും പറഞ്ഞിടത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് അഡ്വൈസിങ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലാതായിരിക്കുന്നത്? അഡ്വൈസ് ചെയ്യുമ്പോൾ ആസ് എ കൗൺസിലർ നമുക്ക് എന്ത് തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ ക്ലയന്റിന് അല്ലെങ്കിൽ ഹെൽപ്പിക്ക് അതുകൊണ്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? അഡ്വൈസ് ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ സാറേ? അഡ്വൈസ് ആർക്കും ഇഷ്ടമല്ല, അത് വളരെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തെറാപ്പിയുടെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു തടസ്സം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫലമില്ലായ്മ അവിടെ വരും. അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? തോന്നുന്നു പറഞ്ഞോളൂ, യാതൊരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്ന ഒരു സെഷനായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ പോലെയൊന്നും ഇതിനെ കണക്കാക്കണ്ട. നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും വായ തോന്നുന്നത് സ്നേഹ പറഞ്ഞതിനപ്പുറം വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാണ്ട? ഓക്കെ, എന്നാൽ ഞാൻ തന്നെ പറയാം. അഡ്വൈസ് എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. അതായത് തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഹെൽപ്പറുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ ബ്രെയിനിലിട്ട് ഒരു കാര്യം ആലോചിച്ച് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആലോചിച്ച് കറക്റ്റ് ഓക്കെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച്, ഇനി അതും അല്ലെങ്കിൽ ഒരു തിങ്കിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ക്ലയന്റിന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടായിരിക്കും ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നമ്മളുടെ അടുത്തേക്ക് വരിക. അപ്പൊ നമ്മൾ തന്നെ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അയാൾക്കൊരു കാര്യമില്ല. എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും? അയാളുടെ ജീവിതത്തിൽ നമ്മളില്ലാത്ത സമയത്തും അയാൾക്ക് പ്രോബ്ലം സോൾവിങ് ചെയ്യേണ്ടി വരും. അഡാപ്റ്റീവായിട്ട്, അതായത് സാഹചര്യത്തിനോട് അഡാപ്റ്റീവായിട്ട് പെരുമാറേണ്ടി വരും. അപ്പൊ എപ്പോഴും ഒരു തെറാപ്പിസ്റ്റിനെ വിളിച്ചു ചോദിക്കാനോ എടുക്കാനോ അവർക്ക് സാധിക്കില്ല. അത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. അതിന് പകരം നമ്മൾ ഇയാളുടെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസും ഇയാളുടെ തിങ്കിങ് കപ്പാസിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത് നമ്മൾ അഡ്വൈസ് കൊടുക്കരുതെന്ന്. ഒന്നാമത്തെ കാര്യം, അതായത് ക്ലയന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അഡ്വൈസ്. നമ്മളാണ് ഇവിടെ ഇരുന്ന് തല പുകച്ച് അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പണ്ടത്തെ നമ്മുടെ നാട്ടിലത്തെ ഒരു രീതിയിൽ പറഞ്ഞു ചെയ്യിക്കുക എന്നൊക്കെ. എല്ലാ കാര്യത്തിനും മാതാപിതാക്കൾ ഉപദേശം കൊടുക്കുന്ന ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ലൈഫിനോട് കോപ്പ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും വളർന്നു വരുന്നത്. കാരണം എന്താണ്? അയാളുടെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസോ അയാളുടെ ഇന്റലിജൻസോ ഒന്നും അവിടെ വർക്ക് ചെയ്യാറില്ല. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും ഇവർ വളർന്നു വരിക. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്മൾ അഡ്വൈസ് കൊടുക്കരുതെന്ന് പറയാനുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു ഇന്റലിജൻസിലും നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിലും ഒക്കെ നിന്നിട്ടാണ് ഈ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും മറ്റേയാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് അയാളുടെ കയ്യിലുള്ള സ്ട്രെങ്ത്, അയാളുടെ റിസോഴ്സസ് എന്താണ്, ആ റിസോഴ്സസ് വെച്ച് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും അവിടെ വിഷയമായിട്ട് വരില്ല. നമുക്ക് എന്ത് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ശരിക്കും ക്ലയന്റിന് അയാളുടെ റിസോഴ്സസ് യൂസ് ചെയ്യാനും അയാളുടെ പ്രോബ്ലംസിനോട് ഹെൽത്തി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ക്ലയന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉപദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു കാര്യം കേട്ടു,
നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം അയാൾ പ്രസന്റ് ചെയ്യാൻ വിചാരിച്ചു. ആ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ട ആവശ്യമില്ല, ഉപദേശം കൊടുക്കാനായിട്ട്, അഡ്വൈസ് കൊടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ട ആവശ്യമില്ല, അയാളുടെ സ്കില്ലുകൾ അറിയേണ്ട ആവശ്യമില്ല, അയാളുടെ സ്ട്രഗിൾസ് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞ് കേട്ടൊക്കെ ശീലിച്ചിട്ടുള്ള പോലെ നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരിക്കലും കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ, നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ സ്റ്റൈലിൽ ഞാൻ അടുത്തൊരു സ്ലൈഡിൽ കാണിച്ചു. നമുക്ക് അടുത്ത ഒരു ആ സ്ലൈഡ് ഒന്ന്. ഓക്കെ, ഇതിൽ നമ്മുടെ ഒരു യൂഷ്വൽ റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ബേസിക്കലി നമ്മൾ ഉപദേശികളാണ്. കാരണം മറ്റൊരാളെ മനസ്സിലാക്കുക, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, അയാളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, ഈ സ്ട്രെങ്ത്തിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന കോപ്പിംഗ് സ്റ്റൈൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയേ അല്ല ലിസണിങ്. നമ്മൾ ഇത്രയും കാര്യങ്ങളിലേക്ക് കടന്നു കൊണ്ടുവരും. അപ്പൊ അതിനൊന്നും ആരും മെനക്കെടാത്തത് കൊണ്ടും നമ്മളത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടും നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റലിജൻസും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ വെച്ചിട്ട് ഉടനടി ഒരു ആൻസർ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മനുഷ്യന്മാരായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അതിൽ ചുരുക്കം ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ അല്ലാതെ മറ്റേ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു സാധാരണ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്ക്, വി ഓഫൺ ജംപ് ടു അഡ്വൈസ്, ജഡ്ജ്മെന്റ്, ബ്ലെയിം ആൻഡ് സൊല്യൂഷൻ ബിഫോർ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അതായത് ആ വ്യക്തിനെ മനസ്സിലാക്കുന്നതിന് മുമ്പോ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പോ നമുക്ക് അഡ്വൈസ് കൊടുക്കാം, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ അടുത്തേക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് യു കീപ് ചൂസിങ് ദ റോങ് പീപ്പിൾ, ഇറ്റ്സ് യുവർ ഫോൾട്ട്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അതൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിട്ട് നമ്മളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് വന്ന ഒരു ക്ലയന്റിന്റെ ഒരു കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു 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 പെൺകുട്ടി, ആ പെൺകുട്ടി അവള് എപ്പോഴും വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ആ കുട്ടിക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന, ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇൻവാലിഡേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരാള് ആണ് അയാളുടെ കൂടെയുള്ളത്. ഇതിനു മുമ്പും അങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർ, ലവറൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഈ സംഭവം അറിയാം, ഈ കുട്ടിക്ക് ഇതൊക്കെ നേരിടേണ്ട വരുന്നുണ്ടെന്ന് ഈ കുട്ടിക്ക് അറിയാം. പക്ഷെ സ്റ്റിൽ ആ കുട്ടി അത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഇത്രയും ഒരാളുടെ അടുത്ത് ആ കുട്ടിക്ക് എന്തുകൊണ്ടോ ഷെയർ ചെയ്യണമെന്ന് തോന്നി, ആരുടെ അടുത്തോ, ഇപ്പൊ സുഹൃത്തിന്റെ അടുത്തായിക്കോട്ടെ, ഒരു കൗൺസിലറുടെ അടുത്തൊക്കെ ആയിക്കോട്ടെ, നോർമലി ബൈ ഡിഫോൾട്ട് നമ്മളുടെ ഉള്ളിൽ വരുന്ന ആശയം എന്താ, നീ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളെയാണ് കണ്ടിന്യൂസ്ലി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് കണ്ടിന്യൂസ്ലി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യാതെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഇങ്ങനൊരു മോഡിലായിരിക്കും സാധാരണ ആ ഒരു പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. ആണോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ബൈ ഡിഫോൾട്ട് ഇത് വരാൻ സാധ്യത എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ആരെങ്കിലും മൈക്ക് നോക്കിയിട്ട് പറയും. നമ്മൾ സാധാരണ ജീവിതത്തിലോ തെറാപ്പി റൂമിന്റെ ഉള്ളിൽ നമ്മൾ തെറാപ്പി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്തോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മളൊരു ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നായിട്ട് മാറിയിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിലെ ടെൻഡൻസി എങ്ങനെയായിരിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കും. സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എതിർക്കാം. ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന എന്ത് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് പറയാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് പറയോ 2-3 പേര്? അല്ലെങ്കിൽ എഴുതാം, മെസ്സേജ് ഇടാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ മെസ്സേജ് ഇടാം. എനിക്ക് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ പറയാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഫസ്റ്റ് എന്തായാലും ഇങ്ങനെ ഒരു ഓക്കെ. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ആ കുട്ടിയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയോട് തന്നെ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനിങ് നടത്തുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയെ അവെയർ ആക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും പെടുന്നുണ്ടല്ലോ, അത് അങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു ഫെമിലിയർ ആയിട്ടുണ്ടാവും ബ്രെയിൻ സ്ട്രക്ചറിൽ. അപ്പം അതിനെക്കുറിച്ച് കുട്ടിക്ക് കൂടുതൽ അവെയർ ആക്കി കൊടുക്കും. ആക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ പറയാണോ? അല്ല, ത്രൂ ക്വസ്റ്റ്യനിങ് ചോദിക്കും. ഇപ്പം
ആ സിറ്റുവേഷൻ വെച്ചിട്ട് ആ കുട്ടിയോട് ചോദിക്കും, ഇങ്ങനെയാണോ, ഏത് രീതിയിലുള്ള ആളുകളെയാണ് കൂടുതൽ കണക്ട് ആവുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഇതൊരു ഫെമിലിയർ ആയി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പൊ നീതി പറഞ്ഞതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ മുഹ്സിന് പറഞ്ഞതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതായത് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. നല്ല ഒരു ലിസണിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇതിനെ നമുക്കൊന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പറയാം, ഒരു ഫ്രെയിം വർക്കിന്റെ ബേസിൽ പറയാം. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ചെയ്യാതിരിക്കാം, എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊരു ഫ്രെയിം വർക്കിന്റെ ബേസിൽ പറയാം. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തെറാപ്പിയിൽ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ് കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോബ്ലം നമ്മളുടെ അടുത്തേക്ക് വന്നു, അപ്പൊ അത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കണക്ഷൻ ഉണ്ടാക്കണം. നമ്മൾ പലപ്പോഴും പറയും തെറാപ്യൂട്ടിക് അലയൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തെറാപ്യൂട്ടിക് അലയൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ കാര്യങ്ങൾ നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ആ എക്സ്പ്ലോറേഷൻ തന്നെ ചില സമയത്ത് ഇൻവാലിഡേഷൻ ആയിട്ട് മാറാം. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ഇൻവാലിഡേഷൻ ആയിട്ട് മാറാം. ആ ഒരു ലിസണിങ് അവിടെ ക്ലോസ്ഡ് ആവാം, പ്രീമേച്ചർ ക്ലോസിങ് സംഭവിക്കാം. അപ്പൊ നമ്മൾ എക്സ്പ്ലോറേഷനിലും കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അഡ്വൈസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തൽക്കാലത്തേക്കെങ്കിലും നമ്മളുടെ പെർസ്പെക്റ്റീവ്സ്, ഈവൻ നമ്മുടെ നോളജ് പോലും ചില സമയത്ത് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. നമ്മുടെ ബിലീഫ് സിസ്റ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ടോട്ടലി ആ ക്ലയന്റ് അല്ലെങ്കിൽ ആ വ്യക്തി അയാളിൽ സെൻറ്റേഡ് ആയിട്ട് അയാളുടെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്താ പറയാ, ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു, നിങ്ങളത് ചെയ്യാതിരുന്നാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് വരുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിലീഫ് സിസ്റ്റമില്ലേ, അതായത് ഓക്കെ ലൈഫ് ഇങ്ങനെയാണ് വേണ്ടത്, നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുക ഇത് പാടില്ല, ഇതിങ്ങനെ ചെയ്യേണ്ടതല്ല, ഇങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ കേപ്പബിലിറ്റി, നമ്മളുടെ ബിലീഫ് സിസ്റ്റം, ഇതൊക്കെ വെച്ചിട്ടാണ് പറയാം. ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കപ്പാസിറ്റി, കേപ്പബിലിറ്റി, ഇന്റലിജൻസ്, കോപ്പിംഗ് സ്റ്റൈല്, ഇതൊക്കെ നമ്മളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, അത് നമ്മൾ തൽക്കാലം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഡൂസ് ആൻഡ് ഡോൺസോ ഷുഡ് നോട്ട് ഒന്നും നമ്മൾ പറയാതിരിക്കുക, നമ്മളൊരു സൈഡിലേക്ക് തൽക്കാലം മാറ്റി വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ റെഫറൻസ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ലൈഫ് മുന്നോട്ട് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുക. അതായത് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തിനെ കാണുന്നതെന്ന് അറിയാം. നമ്മളുടെ പെർസ്പെക്റ്റീവ്, അതായത് നമ്മളുടെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഒരു പ്രശ്നത്തിനെയോ ആൾക്കാരെയോ സാഹചര്യങ്ങളൊക്കെ കാണുമെന്ന് അറിയാം. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മളുടെ മുമ്പിലേക്ക് വന്നാലും നമ്മളുടെ സ്കില്ല്, നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ റിസോഴ്സസ്, നമ്മളുടെ കേപ്പബിലിറ്റി, നമ്മളുടെ സപ്പോർട്ടീവ് നെറ്റ്വർക്ക്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്രോബ്ലത്തിന് കാണുക. നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ക്ലയന്റ് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതായത് നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ ലൈഫിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ആ നോക്കിക്കാണാൻ എന്തൊക്കെ റെഫറൻസിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. 2 ടൈപ്പ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. ഒരെണ്ണാണ് ഇന്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അത് നമ്മൾ ക്ലയന്റിനെ പറയാം, ക്ലയന്റിന്റെ റെഫറൻസുകളെ, അതായത് അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ പെർസ്പെക്റ്റീവ്, അയാളുടെ കോപ്പിംഗ് സ്റ്റൈല്, അയാളുടെ ചൈൽഡ്ഹുഡ്, അയാളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ, ഇതൊക്കെ എന്തോ അയാളുടെ സ്കില്ല്, അയാളുടെ സ്ട്രെങ്ത്, അയാളുടെ മോട്ടിവേഷൻ, അയാളുടെ വാല്യൂ സിസ്റ്റം, ഇതിനൊക്കെയാണ് നമ്മൾ ഇന്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. അത് ക്ലയന്റിന്റെ. ഈ കാര്യം തന്നെ നമുക്കും ഉണ്ടാവും. നമ്മൾ ഇതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ലൈഫിനെ കാണുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ എക്സ്റ്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്, അത് തൽക്കാലം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ക്ലയന്റിന്റെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസുകളെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിക്കുക.
അതിനു മുമ്പ് ഒരിക്കലും നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകരുത്. നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കരുത്, നമ്മൾ സജഷൻ കൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ക്ലയന്റിന്റെ ഇന്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ കൂടുതൽ അറിയാം. എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാൾ എന്തുകൊണ്ട് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈല് കാണിക്കുന്നു എന്നറിയാനായിട്ട് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അയാളോട് വളരെ ജെന്റിലായിട്ട് ചോദിച്ചിട്ട് ഓക്കെ ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള റീഅഷുറൻസും വാലിഡേഷനും ഒക്കെ കൊടുത്തിട്ട് നമ്മളുടെ ടോണൊക്കെ അതനുസരിച്ചിട്ട് ക്രമീകരിച്ചിട്ട് നമ്മളുടെ പോസ്റ്റർ, നമുക്ക് യഥാർത്ഥത്തിൽ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ നാച്ചുറലി വരും. അപ്പൊ ഇതൊക്കെ ക്രമീകരിച്ചതിന് ശേഷം ഇയാളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഇയാളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് എങ്ങനെയായിരുന്നു, എവിടെന്നാ ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ അറിയാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മൾ ഇത് നിങ്ങൾ ഇങ്ങനെ പാടില്ല, അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പ്രശ്നമാണ്, ഇതൊന്നും നമ്മൾ തുടക്കത്തിൽ നമ്മളൊന്നും പറയരുത്. നമ്മൾ അവിടെ സജഷനും കൊടുക്കരുത്, നമ്മൾ കറക്ഷൻ പോലും കൊടുക്കാൻ പോകരുത്. കണക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ പോലും പ്രോംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വളരെ വാലിഡേറ്റിംഗ് സ്റ്റാൻസോട് കൂടി ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക. ഒരു തരി ജഡ്ജ്മെന്റ് ക്ലയന്റിന് ഫീൽ ചെയ്യരുതെന്ന് മാത്രമല്ല നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാനും പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അറ്റ്ലീസ്റ്റ് ക്ലയന്റിനെങ്കിലും ഫീൽ ചെയ്യിക്കാതിരിക്കുക. അറ്റാച്ച്മെന്റ് സ്റ്റൈല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ചെറുപ്പം എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടി വരും, അയാളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുകൾ പോകേണ്ടി വരും. ഓക്കെ, അയാൾ ഒരു സബ്മിസീവ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും. അതുപോലെ തന്നെ വേറെ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞാൽ, ഒരു കുട്ടി ചില വിഷയങ്ങൾ പഠിക്കാൻ തീരെ മോട്ടിവേഷൻ കാണിക്കുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എടുക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ചില ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നടത്തും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് നമ്മൾ അറിയും, നമ്മളുടെ സംസാരം, നമ്മളുടെ കയ്യിലുള്ള സംസാരത്തിന്റെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച്, കോൺവെർസേഷണൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. കുട്ടിക്ക് എന്താണ് താല്പര്യം, എന്തുകൊണ്ട് ചില വിഷയങ്ങൾ പഠിക്കാതിരിക്കുന്നു, ഇതൊക്കെ അതിനു മുമ്പ് നമ്മൾ ഒരു ജഡ്ജ്മെന്റും പാസ്സാക്കില്ല, കറക്ഷൻ ഒന്നുമില്ല. അപ്പൊ അത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നമ്മൾ ആ കുട്ടിയുടെ സ്കില്ലും സ്ട്രെങ്ത്തും അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതങ്ങനെ റിലേഷൻഷിപ്പ് പാറ്റേൺ ആണെങ്കിൽ അത് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു അങ്ങനെ. ഇനിയിപ്പോ ഒരു പ്രോബ്ലം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലങ്ങളാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, എന്തുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പോവുക, കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഈ വാലിഡേഷനും നമ്മളുടെ ഈ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് ഒക്കെ എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ തന്നെ നമ്മളുടെ നോൺ ജഡ്ജ്മെന്റൽ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് മാറിയിട്ട് ഒരു നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് വരും. നമ്മളുടെ ഈ എക്സ്റ്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് മാറ്റി വെക്കാൻ എത്രത്തോളം ശേഷിയുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കൗൺസിലിങ്ങിന്റെ അല്ലെങ്കിൽ തെറാപ്പിയുടെ കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. എന്തിൽ ബേസ് ചെയ്തിട്ടാണ് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാവേണ്ടതെന്ന് പറയാറുള്ളത്. അതായത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എംപതി, കോൺഗ്രുവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മളുടെ ഈ എക്സ്റ്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറ്റി വെക്കുമ്പോഴാണ്. ഒരു കാര്യം നമുക്ക് ചുരുക്കി പറയാൻ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഒരാളുടെ അടുത്ത് ഷുഡ് വെച്ചിട്ട്, അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് റിയാലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് എടുക്കുന്നുണ്ടെന്ന് അർത്ഥം. ഷുഡ്, മസ്റ്റ്, മൈറ്റ്, ഓൺലി, നെവർ എന്നുള്ള അബ്സല്യൂട്ട് ടേംസ് അവിടെ വരുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിലാണ് ഇത് പറയുന്നത്, ഞാനിപ്പോ പറഞ്ഞത് ഇത് തന്നെ മലയാളത്തിൽ വരുമല്ലോ, എന്തുകൊണ്ട് അത് ചെയ്തില്ല, എനിക്കിത് ചെയ്യായിരുന്നില്ലേ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് നമ്മൾ അറിയാതെ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അർത്ഥം. ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമുക്ക് മാറ്റി നിർത്തിയാൽ, അതായത് നമ്മളുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ കോപ്പിംഗ് സ്റ്റൈല്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ റിലീജിയനോ നമ്മുടെ കൾച്ചറോ പറയുന്നതായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ മാറ്റി നിർത്തിയാൽ നമ്മളിൽ തന്നെ എമർജ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും എംപതിയും ഒക്കെ. അപ്പോഴാണ് ഈ അഡ്വൈസ് നമ്മളിൽ ഇല്ലാതിരിക്കുക. കണക്ട് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഇത് നോക്കിയാൽ മതി. നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് നമുക്ക് എത്രത്തോളം മാറ്റി വെച്ചിട്ട് ഒരാളുടെ കാര്യം, ഒരാളുടെ എക്സ്പീരിയൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് ഡെവലപ്പ് ചെയ്ത് വരിക. ഇത് നമുക്ക് വേറെ
ഇത് അതായത് ടെക്നിക്ക് നമുക്ക് പഠിച്ചെടുക്കാം. അതായത് ക്വസ്റ്റ്യനിങ് ടെക്നിക്സ് നമുക്ക് പഠിക്കാം. കൊഗ്നിറ്റീവ് തെറാപ്പിയിലെ ഈ പറഞ്ഞ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങോ റീഫ്രെയിമിങ്ങോ ഒക്കെ നമുക്ക് പഠിക്കാം. നമുക്ക് ടെക്നിക്സിൽ കൂടെ പഠിക്കാം. പക്ഷേ ഈ എംപതി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, കോൺഗ്രുവൻസ് ഒക്കെ നമ്മൾ എംബോഡി ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്ക് ഒരു ടെക്നിക്കായിട്ട് പഠിക്കുന്ന രീതികളുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ എംപതി കാണിക്കാം, നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ എങ്ങനെ എംപതി കാണിക്കാം, നമുക്ക് ഓക്കെ വാക്കുകളിൽ എങ്ങനെ എംപതി കൊണ്ടുവരാം, വാലിഡേഷൻ എങ്ങനെ കൊടുക്കാം, റീഅഷുറൻസ് എങ്ങനെ കൊടുക്കാം എന്നൊക്കെ സർഫസ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഈ ടെക്നിക്സ് ഒക്കെ പഠിച്ചാലും നമുക്ക് നമ്മളുടെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് തള്ളി 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 പുറത്തേക്ക് വരും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ലിസണർ ആയതിനു ശേഷം മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് നമ്മളുടെ ലൈഫിനെ നമ്മൾ കാണുന്ന രീതി, നമ്മളുടെ ഷുഡ്, നമ്മളുടെ മസ്റ്റ്, നമ്മളുടെ റൂളുകൾ, നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, അതായത് ഇങ്ങനെ ആയിരിക്കണം ആളുകൾ, ലോകം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ചിട്ട് നമ്മൾ ക്ലയന്റിന്റെ എക്സ്പീരിയൻസുകളെ ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് ജഡ്ജ്മെന്റ് അവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് പറയാനായിട്ട്. നമ്മളുടെ ലൈഫിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ, ജഡ്ജ്മെന്റ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ജഡ്ജ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ ഇത് എംബഡി ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് വേണം, എംപതി വേണം, പക്ഷെ ഇത് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യും എന്നറിയാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒക്കെ പറയാം എന്തെങ്കിലും. ടൈപ്പ് ചെയ്തിട്ടാലും മതി. നിങ്ങൾക്ക് റിലേറ്റ് ആവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഈ ക്ലാസ്? ഓക്കെ, നമ്മൾ ഹൗ ടു ലിസൺ, എങ്ങനെ ലിസൺ ചെയ്യേണ്ടതെന്നുള്ളത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, എംപതി, കോൺഗ്രുവൻസ്, വാലിഡേഷൻ, പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിസണിങ്ങിൽ വരിക. പക്ഷേ ഈ പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങൾ അത് എംബഡി ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം. ഇത്രയും കാര്യങ്ങൾ വേണം, എന്നാലാണ് അതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ കഥയല്ല അവിടെ. എക്സ്ക്യൂസ് മീ സർ, എന്തൊക്കെയായിരുന്നു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, എംപതി, പിന്നെ എന്തെങ്കിലും പറഞ്ഞു? ജെനുവിൻനെസ്, അതായത് നമ്മൾ ജെനുവിൻ ആയിരിക്കുക, കോൺഗ്രുവന്റ് ആയിരിക്കുക, നമ്മൾ അയാളോട് പെരുമാറുന്ന നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. നമ്മൾ ജെനുവിൻ ആണെന്നൊക്കെ അയാൾക്ക് ഫീൽ ചെയ്യണം. ഇതാണ് കോർ കണ്ടീഷൻസ്. ഈ 3 മസ്റ്റ് ആയിട്ടുള്ള കോർ കണ്ടീഷൻസ് ആണ്. പിന്നെ വാലിഡേഷനും ഈ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് സ്കിൽസ് ഒക്കെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്ന നമ്മളുടെ കുറച്ച് സ്കില്ലോ അല്ലെങ്കിൽ ടെക്നിക്കൊക്കെയാണ്. ആദ്യത്തെ 3 എന്തായാലും ഉണ്ടായാലാണ് നമുക്ക് എന്താ പറയാ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്നിക്സ് തന്നെ ഒരു മെസ്സായിട്ട് മാറും. നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ടെക്നിക്സ് ഉപയോഗിക്കും. ടെക്നിക്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ ആ ടെക്നിക്സ് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ക്ലയന്റിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയൊക്കെ, അതിന്റെ ടോണും സംഭവം നമ്മളുടെ ഉള്ളിൽ വേറൊരു പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മളൊരു ടെക്നിക്ക് എടുത്ത് യൂസ് ചെയ്ത് എന്തായാലും നമ്മുടെ പെർസ്പെക്റ്റീവ് അതിനെ ബാധിക്കുമല്ലോ. അപ്പൊ ഈ ഓക്കെ അപ്പൊ ആദ്യത്തെ ഈ 3 കാര്യങ്ങൾ നമ്മൾ എംബഡി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരാളെ ലിസൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അതിലേക്ക് കയറി വരുന്നുണ്ടോ? നമ്മളുടെ പെർസ്പെക്റ്റീവ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന റൂളുകൾ, നമുക്ക് പലതരത്തിലുള്ള റൂളുകൾ നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. കൾച്ചർ, ഒരേ കൾച്ചർ വൈസ് ഒരു റൂൾ വന്നിട്ടുണ്ടാവും. എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ഒരു ഐഡിയൽ ആയിട്ടുള്ള വ്യക്തി, അത് അങ്ങനത്തെ കുറെ റൂൾസ് നമ്മളുടെ കമ്മ്യൂണിറ്റി ബേസിൽ വന്നിട്ടുണ്ടാവും. കൾച്ചർ
അതുപോലെ തന്നെ റിലീജിയൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ വാല്യൂ സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഏത് റിലീജിയനിൽ പെട്ട ആളായിക്കോട്ടെ. അപ്പോൾ റിലീജിയൻ നമ്മളെ കുറെ വാല്യൂ സിസ്റ്റംസ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്നോ ഈ വാല്യൂ സിസ്റ്റത്തിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ റിലീജിയൻ അനുസരിച്ചിട്ട് ഒരിക്കലും ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടോ ഒരാൾ നമ്മളുടെ മുന്നിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഹൈജാക്ക് ചെയ്യാൻ ഭയങ്കര സാധ്യതയുണ്ട്. റിലീജിയനും കൾച്ചറും ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്ത് വരും. അതിനർത്ഥം നമ്മൾ അയാളെ നമ്മളെ എൻകറേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അയാളോട് നമ്മൾ അംഗീകരിക്കണം എന്നൊന്നല്ല. അത് അയാളുടെ എക്സ്പീരിയൻസ്, അയാൾക്ക് സംതിങ് മോട്ടിവേഷൻ, എന്തോ ഒരു മോട്ടിവേഷൻ ഉണ്ട്, ഒരു റീസൺ ഉണ്ട്, എന്തോ റീസൺ കൊണ്ടാണ് അയാൾ ചെയ്തതെന്ന് നമ്മൾ ഒന്ന് ന്യൂട്രലായിട്ട് മനസ്സിലാക്കുക. അത്രയും മതി. അയാൾ ചെയ്തത് ശരിയാണെന്നൊന്നും നമ്മൾ പറയണ്ട, അല്ലെങ്കിൽ അത് ഒഴിവാക്കാനും നമ്മൾ പറയണ്ട. പക്ഷെ നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുഖത്തൊരു ദേഷ്യമോ നമ്മളുടെ വാക്കുകളിൽ അയ്യോ നീ എന്ത് നികൃഷ്ടമായിട്ടുള്ള പെരുമാറ്റമാണ് കാണിച്ച് ഇങ്ങനത്തെ ടോണൊന്നും വരാൻ പാടില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ റീഅഷുറൻസ് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് തന്നെ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മോശക്കേടൊക്കെ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഞാൻ ഒരാളുടെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് പറയാൻ പറ്റുക, അത്രയും ഒരു മോശം കാര്യമല്ലേ ഞാൻ ചെയ്തത്, എന്നെ ആൾക്കാർ കുറ്റപ്പെടുത്തും, ജഡ്ജ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോളൂ, ഞാൻ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഒരു റീഅഷുറൻസ്. അതായത് നമ്മൾ അതിനോട് അത് ശരിയാണെന്നൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജഡ്ജ് ചെയ്യില്ല, നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞോളൂ. എന്തായാലും അയാൾ നമ്മളുടെ അടുത്തേക്ക് എത്തിയത് അതൊരു പ്രശ്നമായിട്ട് അയാൾ തിരിച്ചറിഞ്ഞിട്ടാവുമല്ലോ. അപ്പൊ എന്തായാലും അയാളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇനീഷ്യേഷനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ. ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു എന്നൊന്നും പറയണ്ട, നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ, നമുക്ക് നോക്കാം, നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. നിങ്ങൾ എന്തായാലും ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ വന്നത്, നമുക്ക് നോക്കാം, നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്ന് ഒരു റീഅഷുറൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ്, അത്രേ ഉള്ളൂ. അതായത് നമ്മളുടെ കൾച്ചറിൽ, നമ്മുടെ റിലീജിയനിലൊക്കെ വ്യത്യാസമായിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നല്ല. പക്ഷെ അയാളുടെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്, എന്തുകൊണ്ടോ അയാൾ അങ്ങനെ ചെയ്തു, അയാൾ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, തുറന്നു പറയാനും അതിന്റെ കൂടുതൽ പോസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അയാളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അയാൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റാൻസ് കീപ്പ് ചെയ്യണം. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ വളരെ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്യും, നമ്മൾ വളരെ പെട്ടെന്ന് ജഡ്ജ്മെന്റലായിട്ട് മാറും. മനുഷ്യരങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആയിരിക്കണം നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. ഇപ്പോ ഞാൻ പറയാം, ഒരു കാര്യം പറയാം. ഇപ്പോ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സ്, എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ നമ്മളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളുടെ ഉദാഹരണത്തിന് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് ആൾക്കാരെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ. ആ ഐഡിയൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഐഡിയൽ ജോബ് എന്തായിരിക്കും, നിങ്ങൾ ഇപ്പൊ നമ്മളെന്താ പറയാ, നമ്മൾ ആ ജോലിനെ നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യുന്നൊന്നും നമുക്ക് തോന്നുന്നുണ്ടാവില്ല. നമ്മളൊരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു പോവാം, അതായത് ഈ ഒരു ജോലിക്ക് പ്രത്യേകിച്ച് ചാൻസ് ഒന്നും ഇല്ല കേട്ടോ, നീ ഒന്ന് റീകൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും അത് ജഡ്ജ്മെന്റും അഡ്വൈസും ആണ്. മനസ്സിലായോ? അതായത് ഇതിന് ജോലിക്ക് പ്രത്യേകിച്ച് സാധ്യതകളൊന്നുമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് പോസിബിലിറ്റികളാണ്, നീ ഒന്ന് റീകൺസിഡർ ചെയ്യുന്ന പറയുന്നതിൽ എന്തെങ്കിലും അഡ്വൈസിന്റെ എലമെന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റിലേഷൻഷിപ്പിന്റെ കാര്യം വിട്ടേക്ക്, നമുക്കത് വിടാം. ഈ ഒരു കാര്യം, അതിൽ അഡ്വൈസ് എലമെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അയാളൊന്ന് പരിഗണിച്ചു നോക്കൂ, നിങ്ങൾ ഇത്ര കാര്യമായിട്ട് നീ ഇത് ആലോചിക്കണോ, വേറെ ജോലി നോക്കിക്കൂടെ എന്നല്ല പറയുന്നുള്ളൂ. അതൊരു സജഷൻ പോലെയല്ലേ, അതൊരു അഡ്വൈസ് ആണോ എന്ന് നമുക്ക് എളുപ്പം സംശയം തോന്നാം. വേണമെങ്കിൽ കേട്ടോ, സംശയം തോന്നാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അതിൽ സജഷന്റെ എലമെന്റ് ആണോ അതോ അഡ്വൈസിന്റെ എലമെന്റ് ആണോ? അഡ്വൈസ് ആണോ അത്? സജഷൻ ഉള്ള തൽക്കാലം മാറ്റി വെച്ചേക്കും, അഡ്വൈസിന്റെ എലമെന്റ് വരുന്നുണ്ടോ അതില്? എന്താ നിങ്ങളുടെ അതിനോട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം?
ആരെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് ആണെന്ന് തോന്നുന്നില്ല എന്നോ അല്ലെങ്കിൽ അഡ്വൈസ് ആണെന്ന് തോന്നുന്നുണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം, ഫീൽ കാര്യമാണ്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫീൽ ചെയ്യുന്നുണ്ടോ അത് അഡ്വൈസ് ആണോ അല്ലെങ്കിൽ അഡ്വൈസ് അല്ലാന്നോ ഫീൽ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്ക് നമ്മൾ എന്നിട്ട് അതിന്റെ ഒക്കെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, എന്നാ ഞാൻ തന്നെ പറയാം. അതിലൊരു സബ്റ്റിലായിട്ടുള്ള ഒരു അഡ്വൈസ് ഉണ്ട്. നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് അവിടെ കടന്നു വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ജോലിനെ കാണുന്നത് ഒരു ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടാക്കുന്ന ജോലി എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ കാണുന്നത്. അല്ലെങ്കിൽ വേറൊരു പക്ഷേ കാണുന്നത് സോഷ്യലി എന്താ പറയുക, എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുന്ന ജോലി എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ ഒരു ക്രൈറ്റീരിയയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിനെ അളക്കുന്നത്. പക്ഷെ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ഇത് രണ്ടും അറിയാമായിരിക്കും. അതായത് ഫിനാൻഷ്യലി അത്ര വലിയ ബെനിഫിറ്റ് ഇല്ലാന്നോ സോഷ്യലി അത്ര ഒരു ഒരു വാലിഡേഷനോ അപ്രൂവലോ ഒന്നും കിട്ടുന്ന ജോലിയൊന്നും അല്ല ചിലപ്പോൾ അയാൾക്ക് അറിയായിരിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും അയാൾ അത് തിരഞ്ഞെടുക്കാൻ സാധ്യത? നമ്മളൊക്കെ നിനക്കൊരു രണ്ടാമതൊരു ജോലി പരിഗണിച്ചൂടെ എന്ന് ആദ്യം നമ്മൾ ചോദിച്ചാൽ പോലും അത് അഡ്വൈസ് ആണ്. അപ്പൊ നമുക്ക് ഓക്കെ, അഡ്വൈസ് അല്ലാതെ നമുക്ക് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ജോലിയോട് പ്രത്യേകിച്ച് താല്പര്യം. അപ്പൊ അയാൾ പറയും ഓക്കെ, എനിക്ക് ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ അയാളുടെ മോട്ടിവേഷൻ അയാളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പറയും ഓക്കെ, ചിലപ്പോൾ അതൊരു സർവീസ് ബേസ്ഡ് ജോലി ആയിരിക്കാം. അതായത് ഓക്കെ, എനിക്ക് ആൾക്കാരെ സഹായിക്കണം എന്ന് താല്പര്യമുണ്ട്. അപ്പൊ അതായത് അയാളുടെ വാല്യൂ സിസ്റ്റം അതായിരിക്കാം. അയാളുടെ കണ്ടോ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നത് കണ്ടോ? അതായത് ഈ ജോലിനെ നീ രണ്ടാമതൊന്ന് പരിഗണിച്ച് നോക്ക്. അത്ര വലിയ സോഷ്യൽ എന്താ പറയാ അപ്രൂവലും ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടാവാൻ സാധ്യതയില്ല. നീ ഇത് പരിഗണിച്ചൊന്നും കൂടെ എന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും അതിൽ അഡ്വൈസ് വരാൻ കാരണം നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ടാണ് നമ്മൾ ആ സജഷൻ കൊടുക്കുന്നത്. ഒരിക്കലും അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല. അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ അയാളോട് ചോദിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കണം, എന്തുകൊണ്ട് നീ ഇത് ചൂസ് ചെയ്തു എന്ന് എന്നോട് ഷെയർ ചെയ്യാമോ, എന്നോട് പറയാമോ? അപ്പൊ നമ്മളത് വളരെ എംപത്തറ്റിക് ആയിട്ടും വെൽക്കമിങ് ആയിട്ടും വാമത്തോടു കൂടിയൊക്കെ ചോദിക്കണമെങ്കിൽ പറയാം സാറേ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഫോർമലായിട്ടുള്ള ഒരു ബന്ധമൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ജോലിയാണത്, എനിക്ക് ഓക്കെ അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് അറിയണമെന്ന് താല്പര്യം എന്നൊക്കെ അയാൾ പറയും. അപ്പോഴാണ് നമ്മൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അയാളുടെ മോട്ടിവേഷൻസ്, അയാളുടെ വാല്യൂ സിസ്റ്റം, അയാളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് പോകുന്നത്. നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം, അതായത് നമ്മളുടെ ഡൂസ് ആൻഡ് ഡോൺസ്, നമ്മളുടെ പ്രിഫറൻസസ്, നമ്മളുടെ പ്രയോറിറ്റീസ്, നമ്മളുടെ പെർസ്പെക്റ്റീവ്, അതിലൊക്കെ നിന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുമ്പോൾ അത് തന്നെ അഡ്വൈസ് ആയിട്ട് മാറും. ചില വാക്കുകളിൽ അതിലത്തെ അഡ്വൈസ് ആയിട്ടൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിലും അത് അഡ്വൈസ് ആയിട്ട് മാറും. കണക്റ്റ് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. കണക്റ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. മനസ്സിലായവർ ഒന്ന് തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാനത് ഇനി വേറെ രീതിയിൽ പറയണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്, അതായത് വാക്കുകൾ കൊണ്ട് സജഷനായിട്ട് തോന്നിയാൽ പോവും. നമ്മളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് അത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വൈസ് ആണ്. അതേസമയം അയാളുടെ മോട്ടിവേഷൻ നമ്മൾ മനസ്സിലാക്കി, അയാളുടെ വാല്യൂ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കി, അയാൾ എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ സജഷൻ കൊടുത്താൽ അത് സജഷനായിട്ട് മാറും. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന സജഷൻ അഡ്വൈസ് ആയിട്ട് മാറും. അയാളൊരു പ്രത്യേക ജോലി ഓക്കെ എനിക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ സജഷൻ കൊടുക്കാം.
ഓക്കെ, നിനക്ക് എന്താ ആ ഒരു അതിന് വേണ്ട ഒരു ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കാം. ഇപ്പോൾ ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിൽ സജഷൻസ് കൊടുക്കാം. അതായത് നിനക്ക് സിനിമാ നടനാവാനല്ലേ ആഗ്രഹം എന്ന് പറഞ്ഞു, അത് നമ്മളുടെ മുമ്പിൽ ഇങ്ങനത്തെ കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥാപനം ഇങ്ങനത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. അതിലൊരു സ്ഥലം ബോംബെയിലാണ്, ഒരു സ്ഥലം കേരളത്തിലാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം നമ്മൾ നിന്നിട്ട് അവിടെ താമസിച്ച് നമ്മൾ പഠിക്കണം എന്നാണ് പറയണേ. കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉള്ളൂ. അപ്പൊ അത് കുറച്ച് ദിവസമേ ഉള്ളൂ, മറ്റേത് കുറെ ദിവസത്തെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് കൊടുക്കുമ്പോൾ അത് സജഷൻ ആയിട്ട് മാറും. അത് അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. അതേസമയം ഈ മോട്ടിവേഷൻ അറിയാതെ നിനക്ക് വേറൊരു ജോലി കൺസിഡർ ചെയ്തൂടെ എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിമ്പിൾ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളുടെ പെർസ്പെക്റ്റീവും നമ്മളുടെ വാല്യൂസും നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ 1, 2, 3 ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ അയാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അഡ്വൈസ് ആണ്. നമ്മൾ അയാളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അയാൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസുകളെ വാലിഡേഷനോടുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന മൊമെന്റിലാണ് അയാൾക്ക് മനസ്സിലാവുക, ഞാൻ ആരുടെ അടുത്തേക്കാണോ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വന്നത്, അയാൾക്ക് എന്നെ മനസ്സിലായി, അറ്റ്ലീസ്റ്റ് എൻ്റെ ഇഷ്ടമെങ്കിലും മനസ്സിലായി. ആ ഇഷ്ടത്തിനെ ബേസ് ചെയ്തിട്ട് അയാൾ കുറച്ച് ഓപ്ഷൻസ് എനിക്ക് തന്നു. അതിനർത്ഥം ഓക്കെ, ഇത് വാലിഡ് ആണെന്ന് ആൾ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ കേട്ട പോലെയല്ല. അയാൾക്ക് എൻ്റെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ കേസുകളാണെങ്കിൽ പറയും എൻ്റെ വിഷമങ്ങൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും, എൻ്റെ സ്ട്രഗിൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയും. ഇന്റേണൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എംപതിയോടും അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡോടുകൂടിയൊക്കെ അയാളുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഈ ഫീൽ കിട്ടുള്ളൂ. ഇതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ഇന്റർവെൻഷൻസ് വരുന്നത്. ഇവിടെ വരെ ഇത്രത്തോളം വരെ നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ചെയ്യുന്നത് ബോണ്ട് ഡെവലപ്പ് ചെയ്യുക, തെറാപ്യൂട്ടിക് അലയൻസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ അയാളെ മനസ്സിലാക്കുക, നമ്മൾക്ക് അയാളെ മനസ്സിലായി അയാൾക്ക് തോന്നുക. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് അവിടെ തെറാപ്യൂട്ടിക് അലയൻസ് ബിൽഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നടന്നാൽ മാത്രമാണ് നമ്മൾ നല്ലൊരു ലിസണർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുക, അത് മറ്റേ ആൾക്കും ഫീൽ ചെയ്യുക. അവിടെ നിന്ന് തുടങ്ങി മാത്രമാണ് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് വർക്ക് ചെയ്യുള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട്, കൊളാബറേറ്റീവ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ട് അയാൾക്ക് വേണ്ടി, അയാൾ ചില സമയത്ത് സ്റ്റെക്ക് ആയിരിക്കും, ആ സമയത്ത് സ്റ്റെക്ക് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ജനറേറ്റ് ചെയ്യാൻ അയാളെ സഹായിക്കാം. അയാളുടെ ഇഷ്ടങ്ങളിലും അയാളുടെ വാല്യൂ സിസ്റ്റത്തിൽ നിന്നിട്ട് ഓൾട്ടർനേറ്റീവ്സ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കാം. അയാൾ ചിലപ്പോൾ ഇമോഷണലി വളരെ ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അയാളുടെ തിങ്കിങ് പ്രോസസ്സ് ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുക എന്നല്ല, നമ്മൾ ബ്രെയിൻ സ്ട്രോം ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ്സ് അയാളുടെ മുമ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അയാളോട് നമ്മൾ വീണ്ടും ചോദിക്കണം, ഇതിലേതാണ് പറ്റുക. അത് അയാൾ തന്നെ ആലോചിച്ച് പറയണം. ഇതിലേതാ നിങ്ങളുടെ ഒരു സാഹചര്യം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിലേതാണ് ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ സജഷൻസ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ ഇപ്പൊ സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ നമ്മൾ ഓക്സിലറി സെൽഫ് എന്ന് പറയും. അതായത് ഒരാളുടെ സെൽഫ് എന്തുകൊണ്ടോ എന്തോ ഡിസ്ട്രസ് കൊണ്ട് തൽക്കാലം ഷട്ട് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടോ നിൽക്കണം. അതായത് അയാളുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അയാളുടെ ഇമോഷണൽ റെഗുലേഷൻ മര്യാദയ്ക്ക് ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, അയാളുടെ തിങ്കിങ് പ്രോസസ്സ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, അയാൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അയാള് ഡിസിഷൻ മേക്കിംഗ് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുക അയാളുടെ സെൽഫ് താൽക്കാലികമായിട്ട് പണി മുടക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ സ്ലോ ഡൗൺ ആണ്, അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്തേക്കാണ്, അല്ലെങ്കിൽ അത് ഡയറക്ഷൻ ഇല്ലാതിരിക്കുകയാണ്. ആ സമയത്ത് ഉള്ള തെറാപ്പിസ്റ്റിന്റെ റോളാണ് നമ്മൾ പറയുക ഓക്സിലറി സെൽഫ് എന്ന് പറയും. അപ്പോൾ പോലും നമ്മൾ ഡിസിഷൻ എടുക്കില്ല, അയാൾക്ക് വേണ്ടി അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ആലോചിച്ച് വീണ്ടും ആ ഓൾട്ടർനേറ്റീവ്സ് അയാളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ അടുത്ത് ഇരുന്ന് ചോദിച്ചിട്ട് നമ്മൾ അയാളെ കൊണ്ട് തന്നെ ഡിസിഷൻ നമ്മൾ എടുപ്പിക്കണം. ഇനിയിപ്പോൾ അയാൾ പറ്റുന്നില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ വീണ്ടും എനിക്കിതൊന്നും പറ്റുന്നില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് വീണ്ടും എമ്പതറ്റിക്കലി നമ്മൾ ചെയ്ത കാര്യം വീണ്ടും ചെയ്യാം നേരത്തെ ചെയ്ത്.
അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്? നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. നിങ്ങളുടെ എന്തെങ്കിലും വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലില്ല എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവം ലാക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെങ്കിൽ അങ്ങനെയാണ്. ഇതിൽ ഏതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. നിങ്ങൾ ചിലപ്പോൾ മുൻപ് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീക്ക്നെസ് ഒക്കെ പറയുമ്പോൾ ജഡ്ജ്മെന്റ് ഒക്കെ നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്നും ഈ സ്പേസിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു റീഅഷുറൻസ് കൊടുത്തിട്ട് വീണ്ടും നമുക്കത് പ്രൂവ് ചെയ്യാം. അതായത് തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കി നമുക്ക് അയാളുടെ തോട്ട് പാറ്റേണും അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷനും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അയാൾക്ക് വേണ്ടി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ബ്രെയിൻ സ്ട്രോം ചെയ്തിട്ട് കുറെ ഓൾട്ടർനേറ്റീവ്സും കുറെ സൊല്യൂഷൻസും ഒക്കെ എടുത്തിട്ട് അയാളുടെ മുന്നിൽ വെച്ചു. അത് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലാതെ നമ്മൾ പണ്ടേ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ട് ജനറേറ്റ് ചെയ്തിട്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഓക്കെ ഇത് പറ്റുമെന്ന് ചോദിക്കുന്നു. പറ്റുമെന്ന് ചോദിച്ചിട്ട് ഓക്കെ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നണില്ല എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ് ഉപയോഗിച്ചിട്ടും പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യനിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പോകെ നമ്മളത് പഠിക്കും. ക്വസ്റ്റ്യനിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടും നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടും ഓക്കെ നമ്മൾ എന്താ പറയാ ഈ പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങൾ വീണ്ടും വീണ്ടും, അതായത് നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസും എംപതിയും ജെന്യുവിനെസ് ഒക്കെ പ്രകടിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും അയാളോട് ചോദിച്ച് നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നു, വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു, വീണ്ടും അയാളുടെ അടുത്തുനിന്ന് അയാൾ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോണതാണ് യഥാർത്ഥത്തിൽ തെറാപ്പി. ഈ കൗൺസിലിംഗ് ടെക്നിക്കുകളുടെ ഉള്ളിലാണ് തെറാപ്പിയുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഈ പറഞ്ഞ 3 കോർ കണ്ടീഷൻസ് നമ്മൾ എംബഡി ചെയ്യാതെ എത്ര ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല. കണക്ഷൻ ഇല്ലാതെ അവിടെ കറക്ഷൻ നടക്കില്ല. കറക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ടെക്നിക്ക് തന്നെ അയാളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന അമ്പായിട്ട് മാറും. അയാൾ ഇത്രയും നാൾ എന്തുകൊണ്ടാണോ വേദനിച്ചിരുന്നത് ആ സാധനം തന്നെ നമ്മൾ അയാൾക്കും കൊടുക്കും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ട് ആയിട്ടുണ്ടോ? എന്തെങ്കിലും ധാരണ കിട്ടിയിട്ടുണ്ടോ? ഇത് നമ്മളൊരു ഓവറോൾ സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ടെക്നിക്സ് അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യങ്ങൾ എംബഡി ചെയ്യാതെ ഒരിക്കലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ്, എംപതി, ജെന്യുവിനെസ് ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസിനും എംപതിനും ജെന്യുവിനെസിനും മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത്. ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്, നമ്മളുടെ സജഷൻസ് ഏതിന്നാ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഏത് സ്റ്റാൻസാ സ്വീകരിച്ചിരിക്കുന്നത്, ജഡ്ജ്മെന്റൽ ആണോ നോൺ ജഡ്ജ്മെന്റൽ ആണോ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് അതാണ് നമ്മളുടെ ഷോർട്ട് കട്ട്. നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം ഇപ്പോഴും ഓർത്തിരുന്നാൽ മതി. നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ പേഴ്സണൽ വാല്യൂ സിസ്റ്റം നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ പ്രിഫറൻസ് നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ സെറ്റ് അസൈഡ് യുവർ ഓൺ വ്യൂ, നമ്മുടെ വ്യൂ അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ടെമ്പററിലി എങ്കിലും, അതായത് താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ ഈ പെർസ്പെക്റ്റീവ്, നമ്മളുടെ വേൾഡ് വ്യൂ, നമ്മളുടെ ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ്, വാല്യൂസ്, അസംഷൻസ്, ഇതൊക്കെ തൽക്കാലം സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ആ ഒരു പ്രോസസ്സിന്റെ എസെൻസ് അതാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് അതുകൂടി ഒരു PPT കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഓക്കെ, വൈ ദിസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസിങ് യുവർ ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ് പ്രീമാച്വർലി ക്ലോസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ലീഡ്സ് ടു അഡ്വൈസ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളുടെ സെറ്റ് ഓഫ് റെഫറൻസ് യൂസ് ചെയ്തിട്ട് വേറൊരാളുടെ എക്സ്പീരിയൻസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ നിന്നാൽ ആ കോൺവെർസേഷൻ തന്നെ അവിടെ ബ്ലോക്ക് ആവും. അയാൾ നമ്മളോട് തുറന്നും പറയില്ല, നമുക്ക് എമ്പതി ഉണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ പണ്ട് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്ത് നേരിട്ടോ അത് തന്നെയാണ് എനിക്ക് ഇവിടെ നിന്നും കിട്ടണേ, ജഡ്ജ്മെന്റ് ആണെന്ന് തോന്നും. പ്രീമാച്വർലി ക്ലോസ് ആവും. ആ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ബിൽഡ് ആവില്ല. ആ കോൺവെർസേഷൻ അവിടെ ക്ലോസ് ആവും.
നമ്മൾ ചെയ്യുന്ന കാര്യം അഡ്വൈസ് ആയിട്ട് മാറുകയും ചെയ്യും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല അയാളെ. അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇത് എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു സ്കില്ല് കണ്ടെത്തുന്ന കാര്യമായാലും ഒരാളുടെ സഫറിങ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തിലായാലും എന്തിലായാലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളിലും ആവാം. സ്കില്ലും സ്ട്രെങ്ത്തും റിസോഴ്സസും ഒക്കെ കണ്ടെത്തുന്നതിലാവാം, പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ട്രോമ, പാസ്റ്റ് അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസത്തിന്റെ ഒറിജിൻ, അൺഹെൽത്തി അറ്റാച്ച്മെന്റ് പാറ്റേണിന്റെ ഒറിജിൻ, ഇതിലേത് കണ്ടെത്തുന്നതായിട്ടാവാം. നമ്മൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ പോയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസായി മാറും, എക്സ്പ്ലോറേഷൻ ഉണ്ടാവില്ല, ആ ഒരു ബന്ധം തന്നെ അവിടെ ക്ലോസ് ആവും, ആ കമ്മ്യൂണിക്കേഷൻ ക്ലോസ് ആവും, ലിസണിങ് നടക്കില്ല. ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു അഡ്വൈസ്. അതായത് അവോയ്ഡിങ് അഡ്വൈസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. എംപതി, ജെന്യുവിനെസ്, വാലിഡേഷൻ അല്ലെങ്കിൽ കോൺഗ്രുവൻസ് ഒക്കെ നമ്മൾ എംബഡി ചെയ്യുക. ആ എംബഡി ചെയ്യാനുള്ള നമ്മളുടെ സൂത്രവാക്യമാണ് നമ്മൾ പറഞ്ഞ ഫ്രെയിം ഓഫ് റെഫറൻസ്. അത് ചെക്ക് ചെയ്യാം. ഇത് തന്നെ എംബഡീഡ് ആവുന്നതാണ്. നമ്മൾ ആ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറ്റി വെക്കുമ്പോൾ നമ്മളിൽ എംബഡീഡ് ആവുന്ന കാര്യങ്ങളാണ് എംപതി, കോൺഗ്രുവൻസും ജെന്യുവിനെസ്സും ഒക്കെ. നമ്മളറിയാതെ നമ്മളിത് പ്രകടിപ്പിച്ചു പോകും. അയാൾക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് അയാൾ കോപ്പിംഗ് സ്ട്രാറ്റജി എടുത്തത്. അത് അൺഹെൽത്തി ആയിരുന്നെങ്കിൽ പോലും ഒരു സമയത്ത് ടെമ്പററിലി എങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും അയാളെ ഡിസ്ട്രസ്സിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ടാണല്ലോ അയാൾ സ്ട്രാറ്റജി തിരഞ്ഞെടുത്തേക്കണം. അയാൾക്ക് വേറൊരു സ്ട്രാറ്റജി കയ്യിലുണ്ടായിരുന്നില്ല, വേറൊരു ബിഹേവിയർ എടുക്കാൻ അയാൾക്ക് അറിയായിരുന്നില്ല, വേറൊരു സപ്പോർട്ടീവ് നെറ്റ്വർക്ക് അയാളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ തിരഞ്ഞെടുത്തത് എന്നുള്ള മനസ്സിലാക്കലിൽ നമുക്ക് എംപതി തന്നെ വരും, കമ്പാഷനൊക്കെ തന്നെ വരും. നമ്മളത് ബോഡിയിൽ എങ്ങനെ നമ്മൾ എഴുതിയൊന്നും പഠിക്കണമെന്നില്ല. നമ്മൾ പല സ്ക്രിപ്റ്റുകളും കണ്ടിട്ടുണ്ടാവും, എംപതി സ്ക്രിപ്റ്റ്, എംപതി എങ്ങനെ പ്രകടിപ്പിക്കുക. അത് പഠിച്ചോ, നല്ലതാണ്. പക്ഷെ അത് പഠിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കത് ഉണ്ടാവണമെന്നില്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ആ ഒരു ടെക്നിക്കും കൂടി അതിന്റെ രണ്ടിന്റെയും ഒരു അമാൽഗമേഷൻ നടക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് നമുക്കത് എംബഡീഡ് ആവുള്ളൂ. ഓക്കെ, നമുക്കടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, കൗൺസിലിങ്ങിന്റെ ഒരു സീക്വൻസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വരാം കേട്ടോ. ചില ബുക്സിലൊക്കെ വ്യത്യാസമൊക്കെ വരാം. എന്നാലും നോക്കാം നമുക്ക്. ഒന്നാമത്തെ കാര്യം ലിസൺ ചെയ്യാം. കൃത്യമായിട്ടുള്ളത് ലിസണിങ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അയാളുടെ ക്ലയന്റിന്റെ അല്ലെങ്കിൽ ഹെൽപ്പിയുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ടാണ് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുക. അവിടെ നിന്നിട്ട് തന്നെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. ഡെൽവ് ഇൻ ടു ഫീലിങ്സ് ആൻഡ് പാറ്റേൺസ്. അതായത് മറ്റേയാളുടെ ഫീലിങ്സിലേക്കും പാറ്റേണിലേക്കും നമ്മൾ ഡെൽവ് ചെയ്യാണ്. അതായത് അവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാണ്. ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എ സേഫ് സ്പേസ് ടു ഹിയർഡ്. അതായത് കേൾക്കാനായിട്ടൊരു സേഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. ആ സേഫ് സ്പേസ് ഇല്ലാതാവുന്നത് എപ്പോഴാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ബിലീഫ് സിസ്റ്റം ഒക്കെ അവിടെ കയറി വന്ന കസേരയിലിരിക്കുമ്പോഴാണ് ആ പ്ലേസിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുക. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേസ് സേഫായി. അപ്പൊ അയാള് തുറന്ന് പറഞ്ഞു തുടങ്ങും അറിയാതെ നമ്മളോട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എക്സ്പ്ലോറേഷൻ അവിടെ സംഭവിക്കും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു പോകുമ്പോൾ പാറ്റേൺസ്, ചൈൽഡ്ഹുഡ്, സ്കില്ല്, സ്ട്രെങ്ത്, അയാളുടെ വാല്യൂ സിസ്റ്റം, അയാളുടെ മോട്ടിവേഷൻ, അയാൾ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയറിലേക്ക് പോയി, അതെന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അവിടെയാണ് നമുക്ക് സംഭവിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്. അതായത് അവിടെയാണ് നമ്മൾ ഗ്രാസ് ദെയർ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൽ കൊടുത്തേക്കുന്ന പോലെ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ അപ്പോഴാണ് ഗ്രാസ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ നാലാമത്തെ പ്രോസസ് ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. തെറാപ്യൂട്ടിക് ബോണ്ട് ബിൽഡ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇയാൾക്ക് എന്നെ മനസ്സിലായി എന്ന് തോന്നുമ്പോൾ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ടാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്, എൻ്റെ സഫറിങ് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ മോട്ടിവേഷൻ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ട്രസ്റ്റ് ബിൽഡ് ആവുക. അപ്പോഴാണ് നെക്സ്റ്റ് പറയുന്ന കറക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് വരിക. അത്രയും നാൾ ജഡ്ജ്മെന്റ് ഒക്കെ നേരിട്ട ഒരാളുടെ പുതിയൊരു അനുഭവമായിരിക്കും അത്. അയാൾക്ക് അയാളുടെ വൾണറബിലിറ്റീസ് തുറന്ന് പറയാനും അതിനെ ഫേസ് ചെയ്യാനും അതിൽ വേണ്ട ഓൾട്ടറിങ് ഒക്കെ നടത്താനുള്ള ഒരു ധൈര്യവും ഒരു ഇമോഷണൽ എന്താ പറയുക ഒരു സേഫ് ഇമോഷണൽ സ്പേസ്, സേഫ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. അതാണ് കറക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു റിലേഷണൽ ഡൈനാമിക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷണൽ ഡൈനാമിക്. പിന്നീടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് ഗൈഡൻസ്, സജഷൻ ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ.
അതിനുശേഷം മാത്രം വരുന്ന കാര്യങ്ങളാണ്. ഈ 5 സ്റ്റേജിന് ശേഷം മാത്രമാണ് നമ്മൾ ടെക്, സജഷൻ, ഇനിയിപ്പോ ഫെസിലിറ്റേഷൻ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ എത്തുമ്പോഴാണ്. അതായത് അയാൾക്ക് നമ്മളുടെ അസിസ്റ്റൻസ് വേണോ, അസിസ്റ്റൻസ് വേണ്ട ഘട്ടത്തിലാണ് നമ്മൾ സജഷൻസ് കൊടുക്കുക. ഓക്കെ, ഇനി സജഷൻസ് പോലും കൊടുക്കേണ്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ക്ലയന്റിനെ എത്തിക്കണം. നമുക്ക് അയാളോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ പ്രോബ്ലംസും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് സ്ട്രെങ്ത് ഒക്കെ മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അയാൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അയാൾ പോലും മറന്നുപോയി അയാളുടെ സ്ട്രെങ്ത്തുകൾ അയാൾക്കൊക്കെ അപ്പോൾ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു സേഫ് സ്പേസ് ഉണ്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ അവിടെ ഒരു വിറ്റ്നസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് ഇരിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് ഒരാളായിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നു. നമ്മൾ ചെറിയ കുട്ടികളെ കൈ പിടിച്ച് നടത്തില്ലേ, നമ്മൾ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ കൈവിടും. അതായത് അപ്പോഴും ആ കുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടാവും, ഇയാൾ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നടക്കാം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സജഷനോ ഒന്നും കൊടുക്കേണ്ടതില്ല. അയാൾ തന്നെ ഫ്രീ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു തുടങ്ങും. പതുക്കെ അയാൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തു തുടങ്ങും. അപ്പൊ ഇതിൽ ഏത് സ്റ്റാൻസ് ആണെന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾക്ക് സജഷൻ കൊടുക്കണോ, അയാളെ ഓപ്പൺ ആയിട്ട് അയാൾക്ക് ഓക്കെ അയാളുടെ ഓൾട്ടർനേറ്റീവ്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ അയാളോട് പറയണോ, അതുമല്ല ഇനി ചില സമയത്ത് നമ്മൾ വളരെ ഡയറക്റ്റീവ് ആവേണ്ട വരും കേട്ടോ. അതായത് വളരെ ഡിസ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ നിങ്ങൾ ഡോക്ടറെ പോയി കാണൂ, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണൂ, അല്ലെങ്കിൽ ഒക്കെ ആ സമയത്ത് നമുക്ക് വളരെ ഡയറക്റ്റീവായിട്ട് ഇമോഷൻ റെഗുലേഷൻ, നിങ്ങൾ ഈ കാര്യം ചെയ്യൂ. അതായത് ഇമോഷൻ റെഗുലേഷൻ ടെക്നിക്കൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യൂ, അതിനുശേഷം ഇങ്ങനെ ചെയ്യൂ, ബ്രീത്ത് എടുക്കൂ, ഇത്രയും ഹോൾഡ് ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ 5 വസ്തുക്കളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് പറയുന്നത് ഡയറക്റ്റീവാണ്. ഇതിൽ ഏത് സ്റ്റാൻസ് ഒക്കെ നമ്മൾ എടുക്കണം എന്ന് ഈ ആദ്യത്തെ 5 കാര്യങ്ങൾ നടന്നു പോയാലേ നമുക്ക് അറിയുള്ളൂ. ഗൈഡൻസിൽ തന്നെ എന്തൊക്കെ എടുക്കണമെന്ന്, സജഷൻ വേണോ, ഗൈഡൻസ് വേണോ, ഡയറക്റ്റീവ് അപ്രോച്ച് എടുക്കണോ, ഇനി അതൊന്നല്ല അയാൾക്ക് സാധാരണയിൽ എന്താ പറയാ, അയാൾക്ക് തന്നെ ഏകദേശം ഒരു ഫുൾ ഫ്രീഡം കൊടുക്കണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഈ 5 സ്റ്റെപ്പും കടന്നുപോയാൽ മാത്രമാണ്. ഓക്കെ, ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ടെക്നിക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടെക്നിക്ക് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. കൺസെപ്റ്റ് പറയുമ്പോൾ കൺസെപ്റ്റ് എത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് നോക്കും, പക്ഷേ ഈ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് നമ്മളിതൊക്കെ കീപ്പപ്പ് ചെയ്യുള്ളൂ. ഇതിന് ശേഷം മാത്രം ടെക്നിക്ക് വന്നാൽ നമുക്കത് വളരെ സ്കിൽഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ഈ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ മറന്നാലും ഒരു കാര്യം മാത്രം മറക്കാതിരിക്കുക, ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിലെല്ലാം നിൽക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് പോകണം, അത് എക്സ്പ്ലോർ ചെയ്യണം, വാലിഡേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം സെൻട്രൽ ഒരു തീമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നിങ്ങളുടെ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനോട് കണക്ട് ആവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് സംസാരിക്കാം.